ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ B.Com കോർപ്പറേഷനിലെ ലീഗൽ എൻവിറോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ 15 ക്വസ്റ്റ്യൻസാണ് 3 മാർക്കിൻ്റെത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്താണ്? നെക്സ്റ്റ്, വാട്ട് ഈസ് ഫെഡറൽ സൊസൈറ്റി എന്താണ്? ഡിഫൈൻ ഫൈനാൻസിങ് ബാങ്ക്, വാട്ട് ഈസ് സർചാർജ്, വാട്ട് ഈസ് മിനിറ്റ്സ്, ദെൻ ഹൂ ഈസ് ലിക്വിഡേറ്റർ. ഇതൊക്കെ നമുക്ക് പല സബ്ജക്റ്റുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടേമാണ് ലിക്വിഡേറ്റർ, മിനിറ്റ്സ് ഒക്കെ. ദെൻ വാട്ട് ഈസ് അമാൽഗമേഷൻ ഓഫ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അമാൽഗമേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ആർക്കാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ സാധിക്കുക. ദ റൈറ്റ് നോട്ട് ഓൺ ഫസ്റ്റ് ജനറൽ ബോഡി, ഫസ്റ്റ് ജനറൽ ബോഡീനെ പറ്റിയിട്ട് ഒരു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഡിക്രി, ദെൻ ഡിഫൈൻ ഡിസ്പ്യൂട്ട്, എന്താണ് ഡിസ്പ്യൂട്ട്, ഹൂ ഈസ് ദ ഡയറക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ്, കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഡയറക്ടർ ആരാകും, വാട്ട് യു മീൻ ബൈ അസോസിയേറ്റ് മെമ്പർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ, ദെൻ വാട്ട് ഈസ് വൗച്ചിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും 15 ക്വസ്റ്റ്യൻസാണ് ഈ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസായിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ദെൻ നമ്മൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969ൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എഴുതാനാണ്. പിന്നെ വാട്ട് ആർ ദ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്, ഏതൊക്കെ ബിസിനസ്സാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൽ ട്രാൻസാക്റ്റ് ചെയ്യേണ്ടത്. ദെൻ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് രജിസ്ട്രാർ ഇൻ കണക്ഷൻ വിത്ത് ദി രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് രജിസ്ട്രാറിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻ ഓഫ് ദി അമെൻമെൻറ്റ് ഓഫ് ബൈലോ അമെൻമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊവിഷൻസ്. വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്. വാട്ട് ആർ ദ പവർ ഓഫ് എ ലിക്വിഡേറ്ററിൻ്റെ പവർ, ഡ്യൂട്ടീസ്. ദെൻ സ്റ്റേറ്റ് ദ പ്രൊവിഷൻ റിഗാർഡിംഗ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, അതിനെ പറ്റിയിട്ട് ആ പ്രൊവിഷൻസ് എഴുതാനാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് ലോ ഓൺ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ കോപ്പറേറ്റീവ് ലോ എന്തൊക്കെ ഇമ്പാക്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനെ പറ്റിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഓക്കെ, ഹിസ്റ്ററിയാണ്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററിയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. വാട്ട് ആർ ദ പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദി വൈൻഡിങ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ട് എഴുതാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ലീഗൽ എൻവിറോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസൊക്കെ കവർ ചെയ്തിട്ട് നാളെ നല്ല രീതിയിൽ നിങ്ങൾ എക്സാം എഴുതാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.